പ്രിയപ്പെട്ടവരെ, സമസ്ത 100-ാം വാർഷികത്തിൻ്റെ ഭാഗമായി വലിയ ഒരു ഭക്ഷണ പന്തൽ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഏകദേശം രാവിലെ 8 മണിയോടുകൂടി ഇവിടെ ഒരു പാല് കാച്ചൽ ചടങ്ങ് നടന്നു കഴിഞ്ഞു. നമുക്കറിയാം 33,313 ക്യാമ്പ് പ്രതിനിധികളുണ്ട്, ഒഫീഷ്യലുകളുണ്ട്, അതോടൊപ്പം തന്നെ വോളണ്ടിയേഴ്സ് ഉണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് 35,000-ഓളം ആളുകൾക്കൊരു ദിവസം ഭക്ഷണം ഓരോ ദിവസവും ഇവിടെ നിന്ന് തയ്യാറാവേണ്ടതുണ്ട്. ഇന്ന് ഈ പന്തലിൽ പാല് കാച്ചൽ കർമ്മം ഇവിടെ നടന്നു കഴിഞ്ഞു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മുതലൊക്കെ ആളുകൾ ഇവിടേക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ യോഗങ്ങൾ, നിരന്തരമായ യോഗങ്ങൾ, ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള വിവിധ സ്റ്റിയറിംഗ് കമ്മിറ്റികൾ, വോളണ്ടിയർമാർ എല്ലാവരും ഇവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഭക്ഷണ പന്തൽ ചാലുവാവുകയാണ്, തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാവിലെ 8 മണിയോടുകൂടി തന്നെ അതിൻ്റെ പദ്ധതികളൊക്കെ നടന്നു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നമ്മുടെ കൂടെ ഇതിൻ്റെ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ നടത്തുന്ന കുഞ്ഞാപ്പുക്ക ആണ് ഇവിടുത്തെ മുഖ്യ പണ്ടാരി. അദ്ദേഹം നമ്മളുമായിട്ട് സംസാരിക്കും. നമ്മുടെ സമസ്തയുടെ വിവിധ സമ്മേളനങ്ങളിൽ താങ്കൾ ഭക്ഷണമൊരുക്കി നമ്മളെയൊക്കെ ഭക്ഷണമൊരുക്കി തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് വലിയൊരു ഭാഗ്യമാണ്. കാരണം 100-ാം വാർഷികം എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗം. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദിവസവും ഭക്ഷണം പാകം ചെയ്യണം, സംവിധാനിക്കണം. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? എത്ര പേരാണ് ഇവിടെ ഉണ്ടാകുന്നത്? ഇവിടെ ഏകദേശം ആദ്യത്തിൽ ഇന്ന് മുതൽ 3-ാം തീയതി വരെ നടക്കുന്നത് ഇവിടെയുള്ള ടെക്നിക്കൽ എൻജിനീയർമാർ, അതുപോലെ തന്നെ ഇവിടുത്തെ സ്വാഗതസംഘത്തിൻ്റെ ആളുകൾ, സംസ്ഥാന നേതാക്കന്മാർ, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട്. 30-ാം തീയതി മുതൽ എക്സ്പോ നടക്കുകയാണ്. അതിലുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ വിക്കായുടെ ആളുകൾ, ഇവിടുത്തെ വളണ്ടിയേഴ്സ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെയുള്ള ഭക്ഷണങ്ങളുണ്ട്. 4-ാം തീയതി മുതൽ ഇവിടെ ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പിനുള്ള ആളുകൾക്ക് 13,313 ക്യാമ്പ് പ്രതിനിധികളുണ്ട്. 3000-ഓളം വരുന്ന വിക്കായുടെ പ്രവർത്തകരുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ടെക്നിക്കൽ എൻജിനീയർമാർ, മറ്റ് ആളുകൾ, അവർക്കൊക്കെയുള്ള ഭക്ഷണങ്ങൾ 4-ാം തീയതി മുതൽ തയ്യാറാക്കണം. അതിനുശേഷം 6-ാം തീയതി മുതൽ 33,313 പേർക്കുള്ള ക്യാമ്പ് പ്രതിനിധികൾ പ്ലസ് 3000 വളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്കൊക്കെയുള്ള ഏകദേശം 40,000-ഓളം വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണം 6-ാം തീയതി മുതൽ അത് 8-ാം തീയതി സമാപനം നടക്കുന്നത് വരെയുള്ള എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ തയ്യാറാക്കണം. നിങ്ങൾ എത്ര പേരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഇവിടെ ഇപ്പോൾ 15ഓളം പേര് ഇപ്പോൾ നിലവിൽ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. 30-ാം തീയതി മുതൽ അത് 30 ആളുകളാകും. 4-ാം തീയതി അവർ 3-ാം തീയതി എത്തും. 3-ാം തീയതി മുതൽ 80 ആളുകൾ ഉണ്ടാവും. 6-ാം തീയതി മുതൽ 5-ാം തീയതി അവരെത്തും. 6-ാം തീയതി മുതൽ ഏകദേശം 350ഓളം ആളുകൾ ഇവിടെ വർക്ക് ചെയ്യാനുണ്ടാവും. പ്ലസ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് 300ഓളം ആളുകൾ വേറെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഇവിടെ 6-ാം തീയതി മുതൽ 680ഓളം ആളുകൾ ഇവിടെ വർക്ക് ചെയ്യും. നമ്മൾ ഓരോ ദിവസത്തെയും ഭക്ഷണ മെനു പറയണ്ടെങ്കിൽ പോലും അതിലൊരു വ്യത്യസ്തത ഉണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും വ്യത്യസ്തത തീർച്ചയായിട്ടുണ്ട്. ഒരു ദിവസം കൊടുക്കുന്ന ഭക്ഷണമല്ല പിറ്റേ ദിവസം കൊടുക്കുന്നത്, ഒരു നേരം കഴിച്ച ഭക്ഷണമല്ല പിറ്റേ ദിവസം കഴിക്കുന്നത്. ഇപ്പോൾ ഈ ഏകദേശം 10 ദിവസത്തോളം ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ടെങ്കിലും അതിൽ 3 സമയത്ത് മാത്രമാണ് ബിരിയാണി കൊടുക്കുന്നത്. പിന്നെ മന്തി 2 സമയത്താണ്. പുലാവ് കൊടുക്കുന്നുണ്ട്, വെജിറ്റബിൾ റൈസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങളാണ്. എല്ലാ ദിവസവും ഒരേ ഭക്ഷണങ്ങളല്ല. നെയ്ച്ചോറ്, ബീഫ് കറി, ചിക്കൻ അങ്ങനെ എല്ലാ ഐറ്റംസും കൊടുക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ കാത്തിരിക്കാം. ഭക്ഷണ കമ്മിറ്റിയുടെ കൺവീനർ കൂടിയുണ്ട്. ഏതായാലും ഒരു വലിയൊരു ഇവൻറ്റ് നിങ്ങളുടെ ഈ ഒരു കാസർഗോഡ് നടക്കുന്നു. അപ്പോൾ അതിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലുണ്ട്. എങ്ങനെയൊക്കെ ഇതിൻ്റെ സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ, എന്തൊക്കെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് നമ്മുടെ കുനിയ ഇബ്രാഹിം ഹജ്ജി സാഹിബാണ് ഇതിൻ്റെ ഭക്ഷണത്തിൻ്റെ എല്ലാ സ്പോൺസർഷിപ്പും ചെയ്യുന്നത്. അതിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഇതുമില്ല, അഭാവം ചിന്തിക്കേണ്ട. ബാക്കിയുള്ള നടത്തിപ്പ് കാര്യങ്ങളാണ് നമുക്കുള്ളത്. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാ മീറ്റിങ്ങുകളും ഫുഡ്സ് കമ്മിറ്റിയുടെ യോഗങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഇന്നും യോഗങ്ങളുണ്ട്, വിപുലമായ സ്വാഗതങ്ങളുണ്ട്. അതിനൊക്കെ ഓരോ ഡിവിഷൻ തിരിച്ച് വളരെ നന്നായി കാര്യങ്ങളൊക്കെ നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ ഭക്ഷണ കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനറും കൺവീനർ ഇപ്പോൾ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. ചെയർമാൻ മുമ്പൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നതാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ സാലിം ഫൈസി കുളത്തൂർ കൂടി ചേരുകയാണ്. ഉസ്താദ്, രാവിലത്തെ ഈ ഒരു പാലുകാച്ചൽ ചടങ്ങിൽ
അതിന് നേതൃത്വം നൽകി അതിനുശേഷം നമ്മോട് ഉസ്താദിൻ്റെ പല പ്രസംഗങ്ങളും പല ക്ലാസ്സുകളും ഈ ഭക്ഷണ ക്രമീകരണങ്ങളും ഭക്ഷണത്തിൻ്റെ ഒരുക്കങ്ങളും അതിൻ്റെ തയ്യാറെടുപ്പുകളും ഒക്കെ പലപ്പോഴും നമ്മൾ അത്ഭുതത്തോടു കൂടി കേൾക്കുന്ന ഒരു പ്രസംഗമാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഭക്ഷണ പന്തലിലാണ്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഭക്ഷണവും നമ്മുടെ സമ്മേളനവും ക്യാമ്പും ഒരുക്കങ്ങളും ഒക്കെ നമ്മൾ നടത്തേണ്ടത്, അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ എങ്ങനെയൊക്കെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുപ്പിൽ ബറക്കത്തുണ്ടെന്ന് പറഞ്ഞ ഒരു ഹദീസുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലെ ഏറ്റവും ബറക്കത്തിൻ്റെ കേന്ദ്രമായി കാണുന്നത് ഭക്ഷണശാലയാണ്. ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സമ്മേളനത്തെ സംബന്ധിച്ച് ആ ഒരു പ്രാധാന്യമുള്ള ഇടം എന്ന് പറയുന്നത് ഈ പന്തലും ഇതിനനുബന്ധമായ കാര്യങ്ങളൊക്കെയാണ്. ഇന്നത്തെ ഈ സമ്മേളനത്തിനൊരു പ്രത്യേകത ഉള്ളത് നമ്മുടെ ഈ ഭക്ഷണ കാര്യങ്ങൾക്ക് ഇതിൻ്റെ വെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുഹമ്മദ് കുട്ടി എന്ന കുഞ്ഞാപ്പു എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് എന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ, അതായത് ഭക്ഷണം മനുഷ്യൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുമെന്നാണ്. ഈ സഹയ്യിൻ്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ട് എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ധർമ്മിഷ്ഠൻ്റെ ഭക്ഷണത്തിൽ ശമനമുണ്ടായിരിക്കുമെന്നതാണ്. ഒരാൾ മനസ്സറിഞ്ഞ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ തീരുമാനിച്ചു എന്നത് തന്നെ ഇത് ഭക്ഷണമല്ല, ഇതൊരു മരുന്നാണ് എന്നറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളന ദിവസങ്ങളിൽ ഇവിടെ നൽകപ്പെടുന്ന ഭക്ഷണം ഒരു മരുന്ന് ഉള്ള നിലയിലാണ് എല്ലാവരും കാണുകയും ഞാൻ അതിനിടയ്ക്ക് ഒന്ന് ഇടപെട്ടോട്ടെ. സദത് പറഞ്ഞു വരുന്ന ഒരു കാര്യം, ഈ ഭക്ഷണം നമുക്ക് നൽകുന്നത് കുണിയയിലെ ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹമാണിത് തയ്യാറാക്കുന്നത് എന്നതാണ്. അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഉസ്താദ് തുടരാം. അതെ, അതാണ് സഹി എന്ന് പറഞ്ഞത്, ധർമ്മിഷ്ഠൻ എന്നാണ്. അതായത് നമ്മൾ കുടുങ്ങിയിട്ട് ഭക്ഷണം കൊടുക്കലുമുണ്ട്, അതേപോലെ ഇഷ്ടപ്പെട്ട് ഭക്ഷണം കൊടുക്കലുമുണ്ട്. ഇവിടെ 2-3 കാര്യങ്ങൾ ഒത്തൊരുമിച്ച് ശരിയാണ്. ഒന്ന്, ഇതിന് പൈസ ചിലവാക്കുന്ന ആൾ ഒരു ധർമ്മിഷ്ഠനാണ്, ഈ ഭക്ഷണം കൊടുക്കുന്നതിൽ പ്രത്യേക താല്പര്യമുള്ള ഒരാൾ. രണ്ടാമത്, ഭക്ഷണം തയ്യാറാക്കുന്ന മമ്മൂട്ടി എനിക്ക് കുഞ്ഞാപ്പൂവിനെ നേരത്തെ പരിചയമുള്ളതാണ്. മമ്മൂട്ടിനെ കാണുമ്പോൾ തന്നെ വയറ് നിറയുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഭക്ഷണത്തോട് അത്രയും പാരമ്പര്യമായിട്ട് തന്നെ അവരുടെ ഉമ്മ ഒക്കെ ആയിട്ട് ഈ ആലിമീങ്ങൾ, സയ്യിദന്മാർ അങ്ങനെയുള്ളവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നതിൽ വലിയ പ്രാധാന്യം നൽകി വരുന്ന ഒരു കുടുംബാംഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണവും അവരും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരാശയം എന്താ വെച്ചാൽ, ഇതൊരു ഒരു ധർമ്മിഷ്ഠൻ്റെ ഭക്ഷണമായതുകൊണ്ട് ഇതിനൊരു മരുന്നായിട്ട് കാണുക എന്നുള്ളതാണ്. സമസ്തയുടെ സമ്മേളനത്തിന് അല്ലെങ്കിലും ആളുകൾ വരുന്നത് മുറാദ് ഹാസിലാവാനോ രോഗം ഷിഫയാവാനോ ഒക്കെയാണ്. അല്ലാതെ പ്രസംഗം കേൾക്കും, പക്ഷെ പ്രസംഗം കേൾക്കുക എന്നുള്ളതിനേക്കാൾ നമ്മൾ കാണുന്ന കുറേ ബറക്കത്തുകളുണ്ട്. ജീവിതത്തിലെ ധന്യമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഇവിടെ നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ ഭക്ഷണ പന്തലും ഭക്ഷണത്തിൻ്റെ തയ്യാറാക്കലും അതിൻ്റെ വിതരണവും എല്ലാം. പിന്നെ ഭക്ഷണം എന്നുള്ളത് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണെന്നുള്ളൊരു തർക്കമൊന്നുമില്ല. കാരണം ഭക്ഷണത്തിൽ വരുന്ന കൈപ്പിഴകൾ, അതിൽ വരുന്ന മാനസികമായ അസംതൃപ്തികളൊക്കെ അത് കഴിക്കുന്ന ആളുകളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല സംതൃപ്തമായ മനസ്സോടുകൂടെ തയ്യാറാക്കുകയും വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു ഭാഗം കൂടി ഭക്ഷണപ്പന്തലും അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളുമാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട് ഈ മുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ ഇവിടെ സാക്ഷിയാവാൻ കഴിഞ്ഞതിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മുടെ ഈ സമ്മേളനം അതിൻ്റെ ഭക്ഷണ വിതരണം എല്ലാം വലിയ ഭംഗിയാക്കി തീർക്കട്ടെ. അതിനിടയ്ക്ക് ഉസ്താദ്, നമ്മളെ ഭക്ഷണം കഴിക്കുന്ന നമ്മൾക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ക്യാമ്പ് പ്രതിനിധികൾ ഏകദേശം ഒരു 10-35,000 ആളുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ അപ്പോൾ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും? തീർച്ചയായും മര്യാദകളിൽ വെച്ച് ഏറ്റവും വലിയ മര്യാദ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മര്യാദയാണെന്നുള്ളതാണ്. ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിൻ്റെ മര്യാദ പാലിക്കുന്നതിന് എന്നാണ്. പള്ളിയിൽ കയറുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പള്ളിയുടെ മര്യാദ പാലിക്കുക എന്നുള്ളത്. പള്ളിയിൽ കയറിയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. അതേസമയത്ത് കയറിയിട്ട് ഒരാൾ നജസാക്കിയാൽ ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അപ്പോൾ ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ അതിൻ്റെ മര്യാദക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്ലാമിക ശരീഅത്തിലെ മര്യാദകൾ അദബുകൾ എണ്ണുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മര്യാദ ഉണ്ടായിരിക്കുക ഭക്ഷണം കഴിക്കുന്നതിനായിരിക്കും. അതുകൊണ്ട് പരിപൂർണമായ അദബുകൾ പാലിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ ഭക്ഷണം കഴിക്കുന്നവർക്കുള്ള ഒരു ബാധ്യത അതിനുവേണ്ടി പ്രവർത്തിച്ച ഖാദിമീങ്ങൾക്ക് വേണ്ടിയും അതുപോലെ അതിന് പണം ചെലവഴിച്ചവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക എന്നതുകൂടിയാണ്. അതൊക്കെ എല്ലാവരും ചെയ്യും, എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തുക, അതിനുള്ള ഈ അവസരം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. ഏതായിരുന്നാലും നമ്മുടെ ഭക്ഷണ പന്തലിൽ നിന്നുള്ള തുടക്കമാണ്. ഇനിയും അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് നൽകാൻ കഴിയും. നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് നിന്നുകൊണ്ട്, ഇത് നമ്മുടെ അടുക്കളയാണ്, ഇത് നമ്മുടെ വീട്ടിലുള്ള നമ്മളൊരുക്കുന്നൊരു സൽക്കാരമായി നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങലും കൊടുക്കലും
കഴിക്കലും കഴിപ്പിക്കലുമായി ഈ ഒരു സൗഹൃദം അങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അങ്ങനെ ക്യാമ്പ് പര്യവസാനിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും നമ്മളിവിടെ ആരംഭം കുറിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് പങ്കുവെക്കാൻ കഴിയും.